ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ റെഡ്മിയുടെ ഈ ഒരു ഫോണിനെ കുറിച്ചാണ്. റെഡ്മി നോട്ട് 11 SC 5G എന്ന ഈ ഒരു മോഡലാണിത്. നല്ല ബഡ്ജറ്റിൽ വരുന്ന ഒരു ഫോണും കൂടാണ്. എനിക്ക് തോന്നുന്നില്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ബ്രാൻഡിൽ 5G ഫോൺ വരുന്നുണ്ടോ ഇല്ലയെന്ന്. അത്രയും നല്ലൊരു പ്രൈസിലാണ് ഈ ഒരു ഫോൺ വന്നിട്ടുള്ളത്. അപ്പോൾ ഫോണിന്റെ പ്രൈസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഈ ഒരു വീഡിയോയിൽ കൂടി നമ്മൾ ഒരുപാട് ക്യാമറ സാമ്പിൾസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി പെർഫോമൻസ് ഒക്കെ കിട്ടുന്ന ഒരു ഫോണാണിത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാം, നിങ്ങൾക്ക് ഉപകാരമാകുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഫോണിന്റെ ബോക്സ് ഒക്കെ ഓപ്പൺ ചെയ്ത് ഇതിനുള്ളിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് നേരെ ഫോണിലേക്ക് പോവാം. അപ്പോൾ നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് റെഡ്മി നോട്ട് 11 SC 5G എന്ന മോഡലിന്റെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മുകളിലായിട്ട് നമ്മളെ ഫോണാണുള്ളത്. തൽക്കാലം ഫോൺ നമുക്ക് ഇവിടെ മാറ്റി വെക്കാം. എന്നിട്ട് ബോക്സിൽ വേറെ എന്തൊക്കെയാണ് വരുന്നതും കൂടെ നോക്കാം. അപ്പോൾ ഇതിന്റെ അകത്തായിട്ട് ഒരു ചെറിയൊരു ബോക്സ് വരുന്നുണ്ട്. അതിനുള്ളിൽ എന്താ വരുന്നതും കൂടെ നോക്കാം. യൂസർ മാനുവൽ ഉണ്ട്, പിന്നെ TPU കേസും, പിന്നെ സിം ട്രേ എജക്ട് ചെയ്യാനുള്ള ഒരു ടൂളും കിട്ടുന്നുണ്ട്. ടൈപ്പ് C ചാർജിങ് കേബിള്, ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റർ. അപ്പോൾ ഇത്രയാണ് ബോക്സിലുള്ളത്. ഇനി നമുക്ക് ഫോൺ നോക്കി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ഫോണ്. അത്യാവശ്യം വെയിറ്റ് വരുന്ന ഒരു ഫോണാണ്. 190 ഗ്രാമാണ് ഇതിൻ്റെ ഒരു ഭാരം വരുന്നത്. അതുപോലെ 8.99 mm ആണ് ഇതിൻ്റെ ഒരു തിക്നെസ്സും വരുന്നത്. ഫോണിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് പവർ ബട്ടൺ. അതിൻ്റെ മുകളിൽ തന്നെ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നുണ്ട്. പിന്നെ വോളിയം റോക്കേഴ്സ്, മുകളിലായിട്ട് സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, പിന്നെ ഒരു IR ബ്ലാസ്റ്റർ കിട്ടുന്നുണ്ട്. പിന്നെ 3.5 mm ഹെഡ്ഫോൺ ജാക്ക് മുകളിൽ തന്നെയാണുള്ളത്. ലെഫ്റ്റ് സൈഡിലായിട്ട് സിം ട്രേ കൊടുത്തിട്ടുണ്ട്. ഈ സിം ട്രേയിൽ നമുക്ക് ഒരേ സമയത്ത് 2 സിം കാർഡ് അല്ലെങ്കിൽ ഒരു സിം കാർഡും ഒരു മെമ്മറി കാർഡ് ഇട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേ ആണ് വരുന്നത്. പിന്നെ താഴെ ഭാഗത്തായിട്ട് ഒരു മെയിൻ മൈക്ക്, ടൈപ്പ് C ചാർജിംഗ് പോർട്ട്, സ്പീക്കർ ഗ്രില്ല്. ഇനി ഫോണിന്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഗ്ലോസി ഫിനിഷിൽ വരുന്ന ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം പെട്ടെന്ന് തന്നെ ഫിംഗർ പ്രിന്റ് പതിയുന്ന ഒരു ബോഡിയും കൂടിയാണിത്. അതുകൊണ്ട് ഇതിന്റെ കൂടെ വരുന്ന ഈ ഒരു ബാക്ക് കവർ ഇട്ടിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അല്ലെങ്കിൽ കച്ചറായ മാതിരി ആവും ബാക്ക് സൈഡ് ഒന്നായിട്ട്. പിന്നെ ക്യാമറന്റെ മൊഡ്യൂളും അതിന്റെ താഴെ ഭാഗത്തായിട്ട് ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. അപ്പോൾ ഈ 2 കളറും കൂടെ മിക്സ് ആവുന്ന സമയത്ത് നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. പിന്നെ 2 ക്യാമറയും ഒരു ഡുവൽ ഫ്ലാഷും ഒരു സെൻസറുമാണ് വരുന്നത് ബാക്ക് സൈഡിൽ. 6.5 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് IPS LCD 90 Hz റീഫ്രഷ് റേറ്റ് വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. തർക്കമില്ല, അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. പക്ഷേ നല്ല വെയിലുള്ള സമയത്തൊക്കെ ഇത് യൂസ് ചെയ്യുമ്പം അത്ര ഒരു ബ്രൈറ്റ് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ 400 nits ആണ് ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ് വരുന്നത്. ഒരു ഫുൾ ഡിസ്പ്ലേ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ബെസലൊന്നും ഇല്ലാത്തൊരു ഡിസ്പ്ലേ തന്നെയാണ്. പിന്നെ ഇതിൽ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. നമുക്കറിയാം ഇതിലും കൂടുതൽ പ്രൈസ് വരുന്ന ചില മോഡൽ ഫോണുകളിലൊക്കെ തന്നെ നമുക്ക് നോച്ച് ഡിസ്പ്ലേ ആണ് കിട്ടാറ്. ആ ഒരു സമയത്ത് ഇതിൽ പഞ്ച് ഹോൾ കൊടുത്തത് നല്ലൊരു കാര്യം തന്നെയാണ് ഈ ഒരു പ്രൈസിന്. അപ്പോൾ യൂട്യൂബിൽ നമുക്ക് മാക്സിമം കാണാൻ പറ്റുന്ന ക്വാളിറ്റി എന്ന് പറയുന്നത് 1440 അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, യൂട്യൂബിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ്. അപ്പോൾ ഈ സ്ക്രീനിൽ കുറച്ച് ബ്രൈറ്റ് കുറഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഒന്നല്ല, എൻ്റെ ഫ്രണ്ട് എടുത്തൊരു ഫോണാണിത്. അപ്പോൾ ഇത് എടുക്കുന്ന സമയത്ത് തന്നെ ഒരു പ്രൈവസി ക്ലാസ് പ്രൊട്ടക്ഷൻ ഇതിന് മേലെ ഒട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് ഇതിൽ കാണാൻ പറ്റുന്നില്ല. ഒരു ബ്ലാക്ക് കളർ ഗ്ലാസ് ആണ് ഒട്ടിച്ചത്. അതിൻ്റെ പേരിൽ ചെറിയൊരു ക്ലിയർ കുറഞ്ഞ പോലെ ഒരു ഫീൽ ഉണ്ട്. അല്ലാതെ നോർമലി ഈ ഫോൺ നോക്കുന്ന സമയത്ത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെ നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നത്. പിന്നെ നമുക്കറിയാലോ, MIയുടെ ഫോണായാലും വിവോയുടെ ഫോണും ഒക്കെ തന്നെ നമുക്ക് ഒരുപാട് പ്രീ ആപ്ലിക്കേഷൻ ഓൾറെഡി ഇൻസ്റ്റാൾ ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിലും കുറേ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. അത് വേണ്ടെങ്കിൽ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. ഇനി ഫോണിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് ലെവലിൽ MIUIയുടെ 12.5 ആണുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഇറങ്ങുന്ന അധിക ഫോണിൽ നമുക്ക് ആൻഡ്രോയിഡ് 12 ആണ് കിട്ടുന്നത്. ആ ഒരു സമയത്ത് ഇതിൽ 11 ആണ് വരുന്നുള്ളൂ. പക്ഷേ കമ്പനി നമുക്കിത് 12ലേക്ക് അപ്ഡേറ്റ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. കൂടാതെ MediaTekന്റെ Dimensity 700 5G എന്നൊരു ഒക്ടാകോർ പ്രൊസസറാണ് ഇതിലുള്ളത്. അതുപോലെ Mali G57 എന്നുള്ള ഒരു ഗ്രാഫിക്സും ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം Dimensity 700 എന്ന ഈ ഒരു പ്രൊസസർ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊസസർ തന്നെയാണ്. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊസസറാണ്. ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല. അതുപോലെ തന്നെ ഗെയിമൊക്കെ കളിക്കാൻ പറ്റുന്ന നല്ലൊരു പ്രൊസസറാണ്. ഒരു ആവറേജ് ക്വാളിറ്റി കിട്ടുന്ന പ്രൊസസറാണിത്. ഇനി ഈ ഫോൺ വരുന്നത് 2 വേരിയന്റിലാണ്. 6GB RAM 128GB ഇന്റർണൽ സ്റ്റോറേജ്, പിന്നെ നമ്മളെ കയ്യിലുള്ള 8GB RAM 128GB ഇന്റർണൽ സ്റ്റോറേജ്. ഇപ്പോൾ ഇതിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ UAE വരുന്നത് 6GB RAM 128GBക്ക് 659 dirhams ആണ്. അതുപോലെ 8GB and 128GBക്ക് 700 dirhams ആണ്. അപ്പോൾ ഇന്ത്യയിൽ ഏകദേശം 12,500 രൂപയാണ് 6GB and 128GBക്ക് ഉള്ളത്. അതുപോലെ 8GB and 128GBക്ക് 14,500 രൂപക്കാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇനി ഫോണിന്റെ ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 ക്യാമറ ആണ് ഇതിൽ വരുന്നത്. അതിൽ വരുന്ന മെയിൻ ക്യാമറ 48 മെഗാപിക്സലിൻ്റെതാണ്. പിന്നെ 2 മെഗാപിക്സലിൻ്റെ ഒരു മാക്രോ ക്യാമറ. ഇതിൽ പിന്നെ അൾട്രാ വൈഡ് ക്യാമറ അങ്ങനെയൊന്നും വരുന്നില്ല. പിന്നെ ഡുവൽ ഫ്ലാഷ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്.
ഇനി ഫോണിൻ്റെ ക്യാമറയിൽ എന്തൊക്കെ ഓപ്ഷനാണ് വരുന്നത് നോക്കാം. ക്യാമറ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രോ മോഡിൽ 48 എന്നുള്ളത് കാണാം. അതുപോലെ തന്നെ ഫിൽറ്റർ മോഡ് കിട്ടുന്നുണ്ട്. ഫിൽറ്റർ മോഡ് വരുന്നുണ്ട്. ബ്യൂട്ടി ഓപ്ഷനിൽ എടുക്കാം. പിന്നെ വീഡിയോയിൽ എടുക്കാൻ പറ്റുന്ന മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഫുൾ HDയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ്. പിന്നെ ഫോട്ടോയിൽ നമുക്ക് AI ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ഫിൽറ്റർ മോഡ്, ബ്യൂട്ടി ഓപ്ഷൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓപ്ഷനൊക്കെ കിട്ടുന്നുണ്ട്. പോർട്രേറ്റ് മോഡിലും നമുക്ക് ഇതേപോലെ ഫിൽറ്റർ മോഡും അതുപോലെ തന്നെ ബ്യൂട്ടി ഓപ്ഷനും വരുന്നുണ്ട്. പിന്നെ AI ഓപ്ഷനും വരുന്നുണ്ട്. മോർ എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നൈറ്റ് മോഡ്, 48, പിന്നെ ഷോർട്ട് വീഡിയോ, പനോരമ, സ്ലോ മോഷൻ, ടൈം ലാപ്സ്, പിന്നെ വാട്ടർമാർക്ക്. അപ്പോൾ ഇത്ര ഓപ്ഷൻസാണ് ക്യാമറയിൽ കിട്ടുന്നത്. അപ്പോൾ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഈ ഒരു ക്യാമറയിൽ കിട്ടുന്നുണ്ട്. സ്ലോ മോഷനൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിയർ ക്യാമറയിൽ എടുത്തിട്ടുള്ള ക്യാമറ സാമ്പിൾസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ മനസ്സിലാവും എത്രമാത്രം ഉണ്ട് ഇതിലെടുത്തിട്ടുള്ള ഫോട്ടോസിനും വീഡിയോസിനും ക്വാളിറ്റി എന്ന്. ക്യാമറ നല്ല ക്വാളിറ്റി ഉണ്ട്. ക്യാമറ ബ്രൈറ്റ് ഉണ്ട് നല്ല. പിന്നെ ആ മോഷനൊക്കെ കിട്ടുന്നുണ്ട് നല്ല. സ്റ്റെബിലൈസേഷൻ ഒന്നുമില്ല, പക്ഷേ അത് അത്ര സ്റ്റെബിലൈസേഷൻ്റെ പ്രശ്നമൊന്നും വരുന്നില്ല. ഇനി സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ 8 മെഗാ പിക്സൽ ഒരു ക്യാമറ ആണ് വരുന്നത്. അപ്പോൾ ഈ സെൽഫി ക്യാമറൻ്റെ സാമ്പിൾസ് ഇവിടെ കാണാം. അപ്പോൾ സെൽഫി ക്യാമറയിൽ എടുത്തിട്ടുള്ള ഫോട്ടോ സാമ്പിൾസ് ഇവിടെ കണ്ട സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ല അടിപൊളി ക്വാളിറ്റി തന്നെ കിട്ടുന്നുണ്ട് സെൽഫി ക്യാമറയ്ക്ക്. ഈ ഒരു വീഡിയോ നിങ്ങളിപ്പം കാണുന്നത് Redmi Note 11 SE 5G എന്ന മോഡലിൻ്റെ സെൽഫി ക്യാമറയിലാണ്. ഫുൾ HDയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ് ഇത് എടുക്കാൻ പറ്റുന്ന വീഡിയോ റെസൊല്യൂഷൻ. അപ്പോൾ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് കിട്ടുന്നത്. വീഡിയോ ഒക്കെ നല്ല പക്ക ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൈഡ് മൗണ്ട് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ഇതിന് വരുന്നത്. അതുപോലെ തന്നെ ഫേസ് ലോക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും സൈഡ് മൗണ്ട് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എത്രമാത്രം സ്പീഡിലാണ് വർക്ക് ആവുന്നതെന്ന്. അപ്പം വളരെ സെക്കൻഡ് കൊണ്ട് തന്നെ ഫിംഗർ സെൻസ് ആയിട്ട് വരുന്നുണ്ട്. ഫിംഗർ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ആക്കുമ്പോൾ തന്നെ സെൻസ് ആയിട്ട് വരുന്നത് ഇവിടെ കാണാം. ഇനി നമുക്ക് ഫേസ് ലോക്ക് നോക്കി നോക്കാം എത്ര സ്പീഡ് ഉണ്ടെന്ന്. അപ്പോൾ ഫേസ് ലോക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫേസ് ലോക്ക് നല്ല സ്പീഡിൽ തന്നെ വർക്ക് ആവുന്നുണ്ട്. ഒരു ഡിലേ കാര്യങ്ങളൊന്നുമില്ല. പെട്ടെന്ന് തന്നെ സെൻസ് ആയിട്ട് വരുന്നുണ്ട് ഫേസും. അപ്പോൾ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ആയാലും ഫേസ് ലോക്ക് ആയാലും സൂപ്പറായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. പിന്നെ ഫോണിൽ ടച്ച് പെർഫോമൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് നല്ല സ്മൂത്തായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. ഒരു ഡിലേ കാര്യങ്ങളൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്ക് ആവുന്നത്. നമ്മളെന്തെങ്കിലും ആപ്ലിക്കേഷനൊക്കെ ഓൺ ആക്കുകയാണെങ്കിൽ തന്നെ വളരെ സെക്കൻഡ് കൊണ്ട് തന്നെ ഓപ്പൺ ആയിട്ട് വരുന്നൊക്കെ ഉണ്ട്. ഇനി ഫോണിൻ്റെ സൗണ്ടിൻ്റെ ക്വാളിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എത്രമാത്രം ലൗഡ് സൗണ്ട് ഉണ്ടെന്ന്. ഇതിൽ വരുന്നത് സിംഗിൾ സ്പീക്കറാണ്. നല്ല ലൗഡ് സൗണ്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ക്ലിയർ സൗണ്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൽ വോയിസ് ഉള്ള സൗണ്ടൊക്കെ കേൾക്കുന്ന സമയത്തും നല്ല ക്ലിയർ ആയിട്ട് തന്നെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇതിലൊരു കോപ്പി റൈറ്റ് കിട്ടുന്നത് കൊണ്ടാണ് അതൊന്നും ഇടാത്തത്. അപ്പോൾ നല്ല ലൗഡായിട്ടുള്ള സൗണ്ടും നല്ല ക്ലിയർ സൗണ്ടും നമുക്ക് ഇന്ന് കിട്ടുന്നുണ്ട്. സൗണ്ടിൻ്റെ സൈഡൊക്കെ അടിപൊളിയാണ്. ഇനി ഫോണിൽ വരുന്ന കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ വൈഫൈയിൽ 2.4 5G കാർഡ്സും സപ്പോർട്ടാണ്. അതുപോലെ സ്ക്രീൻ റെക്കോർഡിംഗ് കിട്ടുന്നുണ്ട്. NFC ഇതിൽ വരുന്നില്ല. വോൾട്ടി കോളിംഗ് സപ്പോർട്ടാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5G ആണ് വരുന്നത്. ബ്ലൂടൂത്തിൻ്റെ വെർഷൻ വരുന്നത് 5.1 ആണ്. ഇനി ഫോണിൽ വരുന്നത് 5000 mAh ഒരു വലിയ ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ്. പക്ഷേ ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോക്സിൻ്റെ കൂടെ 18 വാട്ടിൻ്റെ ഒരു ചാർജർ മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു റേഞ്ച് ഫോണുകളിലൊക്കെ തന്നെ നമുക്ക് അധികം ഇതേപോലെയുള്ള 18 വാട്ട് ചാർജർ തന്നെയാണ് കിട്ടാറ്. 2 കളറിലാണ് ഈ ഫോൺ വരുന്നത്. രണ്ടും ഗ്ലോസി ഫിനിഷിലാണ് വരുന്നത്. നമ്മുടെ കയ്യിലുള്ള ബ്ലാക്ക് കളർ പിന്നെ ബ്ലൂ കളർ എന്നിങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ടോട്ടൽ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേയും പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ സൗണ്ട് ക്വാളിറ്റി ഒക്കെ തന്നെ നല്ല ലൗഡായിട്ടുള്ള സൗണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ പെർഫോമൻസ് സൈഡ് നോക്കുന്ന സമയത്തും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആയി തന്നെ വരുന്നത്. ഇതിൽ Android 11 വരുന്നുണ്ട് എന്നുള്ളൊരു പോരായ്മ എനിക്ക് തോന്നിയത്. അത് 12ലേക്ക് അപ്ഡേറ്റ് ചെയ്യാമെന്ന് കമ്പനി പറയുന്നുണ്ട്. പിന്നെ ബാറ്ററി സൈഡ് ആയാലും വലിയൊരു ബാറ്ററി കപ്പാസിറ്റി കിട്ടുന്നുണ്ട്. ക്യാമറയിൽ നമുക്കൊരു ആവറേജ് ക്വാളിറ്റിയുള്ള ക്യാമറ ആണ് വരുന്നത്.
പിന്നെ എടുത്ത് പറയേണ്ടത് ഈ ഒരു പ്രൈസിന് നമുക്ക് 5G കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഈ ഒരു പ്രൈസിന് 5G ഫോൺ ഇപ്പോൾ നിലവിൽ വേറെ ബ്രാൻഡിൽ ഉണ്ട് എന്ന്. നമുക്കറിയാം 17,000-18,000 റേഞ്ചിലാണ് ഇപ്പോൾ 5G ഫോണുകളൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ ഉള്ളത് ഏറ്റവും കുറഞ്ഞതിൽ. ഇതിലും കുറഞ്ഞ ഫീച്ചേഴ്സ് വരുന്ന ഫോണുകൾ ഒരുപാടുണ്ട്, ഇതിലും കൂടുതൽ പ്രൈസിൽ. അപ്പോൾ ആ ഒരു ഫോണൊക്കെ നോക്കുന്ന സമയത്ത് ഇത് ഈ ഒരു പ്രൈസിന് വെർത്തായിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ്. ഇതിപ്പോൾ 2 ദിവസം യൂസ് ചെയ്തതിൽ ഇതിൻ്റെ ഒരു മൈനസ് പോയിന്റ് ആയിട്ട് എനിക്കൊന്നും തോന്നിയില്ല. ആകെ തോന്നിയത് ഇതിൻ്റെ ചാർജിങ് സൈഡാണ്. 18 വാട്ടിൻ്റെ ചാർജറേ കിട്ടുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരു 5G ഫോൺ വേണം, കുറഞ്ഞ പ്രൈസിൽ വേണം, ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു ഫോൺ വേണം എന്നുള്ളവർക്ക് ഈ ഒരു ഫോൺ ചൂസ് ചെയ്യാം. പിന്നെയെന്ന് പറയുന്നത് കുറച്ചധികം ടൈം നമ്മളിങ്ങനെ ഫോൺ കയ്യിൽ പിടിക്കുന്ന സമയത്ത് നല്ല വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം റെഡ്മിയുടെ ഫോണുകളൊക്കെ തന്നെ അത്യാവശ്യം വെയിറ്റുള്ള ഫോണുകളാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളെ റെഡ്മി നോട്ട് 11 SE 5G എന്ന മോഡലിൻ്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ. അപ്പോൾ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും അതുപോലെ ഒരു 5G ഫോണാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ നല്ല പ്രൈസിലാണ് ഈ ഫോൺ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, ഈ ഒരു ഫോണും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.